ഈ ഫുട്ബോളുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം, ഇന്നും ഇന്നലെയോ അല്ല ഈ ഒരു കരിയറിലേക്ക് വരുന്നത്. നമ്മളൊരു ഗോൾ കീപ്പറായി നമ്മൾ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് താങ്കൾ കണ്ടൊരു സ്വപ്നം എന്തായിരുന്നു? ഫ്യൂച്ചർ നേരെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, അതോ ഒരു കോച്ചും ഒരു കളിക്കാരനെ ഡെവലപ്പ് ചെയ്യില്ല? കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര ഡിഫറെന്റ് അല്ലേ? എല്ലാ കോച്ചുമാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഫൗളുകൾ എത്രത്തോളം ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്? പ്ലെയർ ആയിരുന്നപ്പോൾ പറയണ പോലെയല്ല കോച്ചായിരുന്നു പറയുമ്പോൾ, ബിക്കോസ് ഇറ്റ്സ് എഫക്ട്സ്. ദി യെല്ലോ വേവ് പോഡ്കാസ്റ്റിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് എല്ലാവരും സ്നേഹത്തോടെ പുരു എന്ന് വിളിക്കുന്ന TG പുരുഷോത്തമനാണ്, നമ്മുടെ ഇന്ററിം കോച്ചാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കേട്ടു താങ്കളെ എല്ലാവരും പുരു എന്ന് സ്നേഹത്തോടു കൂടി വിളിക്കും എന്നുള്ളത്, അങ്ങനെയാണോ? വലിയ പേരായതുകൊണ്ട് മേക്ക് ഇറ്റ് ഷോർട്ട്, അത് പുരു എന്ന് വിളിക്കുന്നത്. ഇപ്പം താങ്കളെ നമ്മളിപ്പോൾ ഒരുപാടായിട്ട് ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം പേര് താങ്കളെ അറിയുന്നത്. പക്ഷേ ഈ ഫുട്ബോളുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം, ഇന്നും ഇന്നലെയോ അല്ല ഈ ഒരു കരിയറിലേക്ക് വരുന്നത്. 2 സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു താങ്കൾ. അതിൽ നിന്നൊക്കെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ആസ് എ കുട്ടി നമ്മളിത് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? അന്നത്തെ കാലത്ത് ഞാൻ കളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് എന്നാ പോ മോനെന്ന് ആരും പറയാൻ വഴിയില്ലല്ലോ. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസാണ് ഇപ്പോഴത്തെ ടൈമിലത്തെ പോലെയല്ല അന്നത്തെ. ബിക്കോസ് ഇന്ന് പ്രൊഫഷണലി അത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഫുട്ബോളിന് അത്ര ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു കളിക്കാരനായതുകൊണ്ട് അവൻ്റെ ലൈഫ് സെറ്റാവും എന്നുള്ളൊരു ഉറപ്പാർക്കും ഇല്ല. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ഒബ്വിയസ് എല്ലാ വീട്ടിലും ഉണ്ടാവണ പോലെ പഠിക്കാൻ പറയുമ്പോൾ ഉണ്ടാവണ ബുദ്ധിമുട്ടുകൾ, പഠിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. ഈ കുട്ടിയായിരിക്കുന്ന സമയത്താണ്, ശരിക്കും ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ കളിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫുട്ബോളിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം വരിക, അത് കണ്ടുപിടിക്കുന്നത് ഒരാളുണ്ടോ അതോ സ്വയം തീരുമാനിക്കുകയാണോ, എങ്ങനെയാണ്? ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു സാറുണ്ടായിരുന്നു, രാമേന്ദ്ര സാർ. ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയാണ് ആൾ. അപ്പോൾ ആൾ ചെറിയൊരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടഡ്. ദെൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ജോസഫ് റൈസ് എന്ന് പറഞ്ഞ ജോപ്പോൾ അഞ്ചേരിയുടെ ഞങ്ങളൊക്കെ ഒരു കോച്ചായിരുന്നു. ആളുടെ ക്യാമ്പിൽ കൂടെ മുകളിലേക്ക് വന്ന് പിന്നെ കേരളമ്മ കോളേജിൽ പോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു. ദെൻ ദ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അപ്പൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായി മോനെ നല്ലൊരു ജോലി മേടിച്ചോണമെന്ന് ചെറുപ്പം തൊട്ട് പറഞ്ഞ് വളർത്തിയതല്ലേ? അത് എല്ലാ അച്ഛന്മാരും പറഞ്ഞ പോലെ തന്നെ ആൾക്കും ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികം. പക്ഷെ ഇപ്പോൾ ഈ ഇതിലോട്ടൊക്കെ വരുമ്പോൾ ഏത് പോയിന്റിലാണ് തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ പഠിത്തത്തിൻ്റെ വഴി അല്ല എൻ്റെ വഴി, ഞാൻ ഫുട്ബോൾ തന്നെയാണ്, ഇത് എൻ്റെ പാഷനാണ്, എൻ്റെ ലൈഫാണെന്ന്? സന്തോഷ് ട്രോഫി വിൻ ചെയ്തതിന് ശേഷം 2001 മേ ബി അവിടുന്ന് അതിന് ശേഷമാണ് പ്രൊഫഷണലായിട്ട് ഫുട്ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ അതുവരെ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴാണ് ശരിക്കും ഒരു ടേൺ ഓവർ ലൈഫിൽ വന്നിട്ടുള്ളത്. ഈ ഗോൾ കീപ്പർ ആവുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കണ്ടുവെക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ പൊസിഷൻസ് കണ്ടുപിടിക്കണമല്ലോ. അതായത് ഇപ്പോൾ ഞാനൊരു സ്ട്രൈക്കറായിട്ടാണോ, എനിക്ക് ഏതിലാണ് കൂടുതൽ ടാലൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഗോൾ കീപ്പർ ആവുക എന്നുള്ളത് നമ്മൾ തന്നെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണോ അതോ കണ്ടു നിന്നൊരാൾ? ഞാൻ കുറച്ച് ഫ്ലെക്സിബിളായിരുന്നു. ഒരു പക്ഷേ കളിക്കുന്ന സമയത്ത് കുറച്ച് എജിലിറ്റി ഉള്ള ആളായിരുന്നു, റിയാക്ഷൻസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ കോച്ചസ് അഡ്വൈസ് ചെയ്താണ് ഗോൾ കീപ്പർ ആകുമ്പോൾ അതിന് ഒരുപാട് ഗുണമുണ്ടാവും. പിന്നെ കുറച്ച് ഹൈറ്റും ഒക്കെ അവരുടെ കൺസെപ്റ്റിലുള്ള ഹൈറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ ഒരു എജിലിറ്റിയും ഒരു സ്ട്രെങ്ത്തും അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. വർഷങ്ങളോളം ഇപ്പോൾ 2001 തൊട്ട് സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 തവണ വിൻ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു തവണ കളി ഇല്ലാതിരുന്നു, അന്ന് കളിക്കാൻ പറ്റില്ല, പിന്നെ ഫൈനൽസ് എത്തി. അങ്ങനെ ഒരു സന്തോഷ് ട്രോഫി ജേർണി ഒരുപാടില്ല. 2001 ഞങ്ങൾ സന്തോഷ് ട്രോഫി വിൻ ചെയ്തു. 2002 മണിപ്പൂർ സന്തോഷ് ട്രോഫി നമ്മൾ ഫൈനലിൽ തോറ്റു. 2003 ഉണ്ടായില്ല. 2004 പിന്നെ സന്തോഷ് ട്രോഫി നമ്മൾ വീണ്ടും വിൻ ചെയ്യണം. അങ്ങനെ 3 വർഷം കളിക്കുമ്പോൾ 3 വർഷം ഫൈനലിലെത്തിയ 2 വർഷം വിൻ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടീം. ഞങ്ങൾ നല്ലൊരു ബാച്ചായിരുന്നു. ഈ നമ്മൾ കളിക്കുന്ന സമയത്ത് വിൻ ചെയ്യുന്ന സമയത്താണല്ലോ നമ്മുടെ എക്സൈറ്റ്മെൻറ്റും പരിപാടി എല്ലാം വരുന്നത്. പക്ഷേ ആ ഒരു സമയം മുഴുവൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ടാണ് ഇതാണ് പാഷൻ എന്ന് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻ ചെയ്യുന്ന മൊമെൻറ്റ് വരെയുള്ള ലൈഫും അത് കഴിഞ്ഞിട്ടും ലൈഫിന് ചേഞ്ച് വരുമോ?
ഒബ്വിയസ്ലി എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുമല്ലോ. ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അതാണ് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ചിലപ്പോൾ അത് എൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞത് മേ ബി. അപ്പം കല്യാണമൊക്കെ ഏത് സമയത്തായി? 2006 മാരീഡ് ആവണത്. ഞാൻ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ സ്നേഹശ്രീ എൻ്റെ ഒപ്പം കോളേജിലുണ്ടായിരുന്നാണ്. ഏകദേശം ഇപ്പോൾ ഒരു 22-23 വർഷം എൻ്റെ ഒപ്പം കൂടിയിട്ട്. കോളേജിൽ തുടങ്ങിയ പ്രണയമാണെന്നാണോ അതിൻ്റെ അർത്ഥം? പക്ഷെ നിങ്ങൾ ഈ കളിക്കണതിൻ്റെ ഇടയിൽ നിനക്ക് സമയം കിട്ടിയോ? കോളേജിൽ പോണ സമയത്ത് മതിയല്ലോ. അപ്പോൾ കോളേജ് ടീമിന് വേണ്ടിയിട്ടുള്ള കളി, അവിടുത്തെ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു? കോളേജിൻ്റെ ടീമിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഒബ്വിയസ് ഉണ്ടാവണ ഒരു ഇതുണ്ടായിരുന്നു. കണ്ടു, കല്യാണം കഴിച്ചു. 22 വർഷം സ്റ്റിൽ ഷീസ് വിത്ത് മീ, ഷീസ് സഫറിങ് മീ. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. മേ ബി പറയും ഇത്രയും നല്ല പുരു എൻ്റെ ഭർത്താവായി വന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാലോ. മക്കള് 2 ആൺകുട്ടികൾ. ട്വിൻസ് ആണോ? അല്ല, ആരസ് 15 വയസ്സ്, ഓജസ് 13 വയസ്സ്. 13 വയസ്സ്. അപ്പോൾ അവർ ഫുട്ബോൾ ഇപ്പോൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അപ് ടു ദം. ഒരു കമ്പൽഷനില്ല, ഒന്നുമില്ല. ഇഫ് ദേ പ്ലേ ദേ ക്യാൻ അച്ചീവ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നമ്മളൊരു കോച്ചൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സറിയാതെ പറയില്ലേ ഞാൻ ഫുട്ബോൾ ആണ് കളിക്കണേ? അവിടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ചേഞ്ച് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരു കമ്പൽഷൻ്റെ കൂടെ വരുന്നതും ഞങ്ങൾ കളിച്ച് ഞങ്ങളുടെ ഇൻറ്റേർണലി ഞങ്ങൾ മോട്ടിവേറ്റഡ് ആയിരുന്നു. അത് ഏത് സിറ്റുവേഷൻ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ആർജിക്കാൻ പറ്റിയിരുന്നു അതിലൂടെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അവർക്ക് എല്ലാം മുന്നിൽ കിട്ടുകയാണ്. അപ്പോൾ നേടാനുള്ളൊരു ആഗ്രഹമില്ല, എല്ലാം വന്നു അങ്ങനത്തെ ഒരു ഈസി ഗോയിങ് ആണ്. അത് ചിലപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ജനറേഷൻ്റെ ഗ്യാപ്പാണോ എന്തെന്ന് അറിയില്ല. അത് അവർക്ക് ചിലപ്പോൾ അവരെ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആവാത്തത് കൊണ്ട് പല സിറ്റുവേഷനിലും അവർക്ക് തളർന്നു പോകേണ്ട ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കളിക്കാരും ഇല്ല, ഒരു പരിധി വരെ. ഞങ്ങളുടെ സമയത്ത് എല്ലാ കളിക്കാരും അങ്ങനെ ആയിരുന്നു. ദേ വർ സർവൈവേഴ്സ്, ദേ വർ സർവൈവിങ്. അപ്പോൾ ആ സർവൈവ് ചെയ്ത് ലാസ്റ്റ് ഇത് പെർഫോമൻസിലേക്ക് ബാധിക്കും. അത് ആ പെർഫോമൻസ് ബാധിക്കുമ്പോൾ എല്ലാം സ്വാഭാവികമായിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ഇപ്പം ഈ സന്തോഷ് ട്രോഫി ആദ്യം വിൻ ചെയ്യുന്ന ഒരു 2001 ആ ഒരു സമയം, അന്ന് നമുക്ക് ഇത്രയും ഈ സോഷ്യൽ മീഡിയയോ ടി വി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കാണുന്നത് വേൾഡ് കപ്പാണ്, അതുപോലെയുള്ള പിന്നെ കളികൾ കാണാമെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നു കളിക്കുന്നു ഇത്ര ഇതൊക്കെയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഈ പറഞ്ഞ മോട്ടിവേഷനും ഈ പറഞ്ഞ സർവൈവലും എല്ലാം നമ്മൾ ഏറ്റവും ബെസ്റ്റിനെ കാണുന്നു, അങ്ങനെ ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ ഗെയിം നടക്കുന്ന അത്രയും സമയങ്ങളില്ലേ, ആ ഓരോ സ്റ്റേജ് കഴിഞ്ഞാൽ ഫൈനൽസിലേക്ക് എത്തുമ്പോൾ ശരിക്കും ആ സമയത്ത് മനസ്സിലെ ഒരു ടെൻഷനും ആ ഒരു ഇതൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ ടീം എങ്ങനെയാണ് ജെല്ല് ചെയ്യുന്നത്, ആ സമയത്തെ സംസാരങ്ങളൊക്കെ എങ്ങനെയാണ്? 2001 സെമി ഫൈനലിൻ്റെ തലേദിവസമാണ് CC ജേക്കബ് സാറും പീതാംബരൻ സാറും കൂടി എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ സെമി ഫൈനലിൽ നീയാ കളിക്കണമെന്ന് പറയണത്. അപ്പം തുടങ്ങിയൊരു തരിപ്പ് പിന്നെ ഫൈനൽ കഴിഞ്ഞിട്ട് മാറിയിട്ടത്. ആ ഒരു ഞാനപ്പോൾ തേർഡ് കീപ്പറായിട്ടാണ് സന്തോഷ് ട്രോഫി പോയത്. സോ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ഓരോ മാച്ച് കഴിയുമ്പോഴും ഓരോ കീപ്പേഴ്സ് മാറ്റി സെമി ഫൈനൽ എൻ്റെ കൂടെ വന്നു. സോ അവർ പറഞ്ഞു ഇത് നിൻ്റെ ടൈമാന്ന് പറഞ്ഞു. പിന്നെ അതിന് മാറ്റേണ്ടി വന്നിട്ടില്ല ഇവർക്ക്. അവിടെ അന്ന് ഞാൻ ആ ഗോൾ പോസ്റ്റിൽ നിന്നിട്ട് പിന്നെ ഇറങ്ങുന്നവരെ ഇല്ല. പിന്നെ 2002 വരെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ 3 നെൽസൺ വന്നത്, ഗുഡ് ഗോൾ കീപ്പർ. അപ്പോൾ യു ഹാവ് ടു ഷെയർ ഇറ്റ്. അപ്പം ഈ നിൽക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മളെപ്പോഴും കാണുന്നത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു കളിയിൽ ആ ഒരു ഗോളിലാണ് എല്ലാം. അതനുസരിച്ച് അത് ഡിഫെൻഡ് ചെയ്യുന്നതനുസരിച്ചും അത് കയറുന്നതനുസരിച്ചും കളി മാറുവാണ്. ആ സമയത്ത് നിൽക്കുമ്പോൾ ഈ കളിക്കാരെ നമ്മളപ്പോൾ അറിയാമല്ലോ, ഇന്ന കളിക്കാരൻ ഇങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ നമ്മൾ ഫുൾ കാണുവാണല്ലോ, കണ്ട് പഠിക്കാൻ ശ്രമിക്കുകയാണല്ലോ. ആ സമയത്ത് ഓരോ ആൾ വരുമ്പോഴും നമുക്ക് അറിയുമോ, ലൈക്ക് നമ്മുടെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ ആണോ അതോ ഫ്ലെക്സിബിലിറ്റി ആണോ? അതെന്താ? അല്ല, അത് നമ്മൾ ഒബ്വിയസ്ലി നമ്മളത് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കളിക്കാരുടെ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. കളികൾക്ക് മുന്നും ഒപ്പോണൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അത് വരുമ്പോൾ പിന്നെ അതിനനുസരിച്ച് പിന്നെ നമ്മുടെ ഗെയിം സ്റ്റൈലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ഇനി ഈ സന്തോഷ് ട്രോഫി ജയിച്ച് നമ്മൾ നാട്ടിലോട്ട് വരികയാണ്. അതുവരെ നമ്മളെ നാട്ടിലുള്ളവർ കാണുന്നത് അവൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, എന്താവും അറിയില്ല, അവന് ജോലിയില്ല കൂലിയില്ല, ഇവന് പെണ്ണ് കൊടുക്കുവോ ഇല്ലേ? ഇത്തരം ഡയലോഗ്സ് ശരിക്കും സന്തോഷ് ട്രോഫി വരെ കേട്ടിട്ടുണ്ടോ? എല്ലാ എന്താ പറയുക, എല്ലാ ആൾക്കാർക്കുള്ള കരിയറിൽ അപ്പ് ആൻഡ് ഡൗൺസ് പോലെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു നിമിത്തം പോലെ എല്ലാം ക്ലിയറായി അവസാനം സംഭവിച്ചു. ദാറ്റ്സ് ഇറ്റ്.
ഈ ട്രോഫി കിട്ടിക്കഴിഞ്ഞപ്പോഴാണോ വീട്ടിൽ നിന്ന് പറയുന്നത് എന്നാ പിന്നെ നിന്റെ വഴി എന്നുള്ളത്? നമുക്ക് കേരളക്കാർക്ക് നമ്മുടെ വേൾഡ് കപ്പാണ് സന്തോഷ് ട്രോഫി, അല്ലെങ്കിൽ ഇത്രയധികം സന്തോഷ് ട്രോഫീനെ അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പിനെ ഒരു ടൂർണമെൻറ്റിനും വില കൽപ്പിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് എല്ലാ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സും എല്ലാവരും കളിക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ISL പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റില്ല. സ്റ്റിൽ നമ്മുടെ വേൾഡ് കപ്പ് സന്തോഷ് ട്രോഫി തന്നെയാണ് ഒരു പരിധി വരെ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വീകരണങ്ങളായിരുന്നു. ഏകദേശം കാസർഗോഡ് തൊട്ട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വരികയായിരുന്നു. വീട് ഒരു എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയ പോലെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ സമയത്ത് നാട്ടിലും വീട്ടിലും ഫുള്ള് ചീത്തയാണ്. വീട്ടുകാർ പിന്നെ പറയണ്ട, അവൻ്റെ ജീവിതം നശിച്ചു, അവനിനി അവൻ്റെ ഒന്നും വരത്തില്ല എന്നല്ല. പക്ഷേ അതെല്ലാം കളിച്ചൊരു വിൻ ചെയ്തൊരു ട്രോഫി ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫേമസ് ആയി തുടങ്ങുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, മിടുക്കനല്ലായിരുന്നു. കുടുംബക്കാരത് പറയുമ്പോഴാണ് നമുക്ക് അറിയാമായിരുന്നില്ലേ ഇത്. ശരിക്കും വീട്ടിലുള്ളവരുടെ സപ്പോർട്ടിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞിട്ട്? അച്ഛനമ്മ തന്നെ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഏത് സിറ്റുവേഷനിലും. ഒരു സന്തോഷം ജയിച്ചതിന് ശേഷം എന്താ പറയുക, അവർക്കൊരു സെക്യൂരിറ്റി കിട്ടിയ പോലെ ഗവൺമെൻറ് ജോലിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും പേടിക്കണ്ടല്ലോ എന്നൊരു ധൈര്യമായിരുന്നു. പിന്നെ അത് അങ്ങനെ സ്റ്റെപ്പായിട്ട് പോയി. ഈ ഒരു കളിക്കാരനെ സംബന്ധിച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ജീവിക്കണം. ഇപ്പോൾ ഫുട്ബോൾ കരിയർ എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും വർഷമാണ്, അതിനുള്ള ഒരു ആയുസ് താങ്കൾ നീട്ടിയെടുത്തു. അപ്പോൾ ആ സമയത്ത് ജോലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കളിക്ക് മാറ്റം വരുമോ? ഇത് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ സെക്യൂരിറ്റി, ലൈക്ക് ഇനിയിപ്പോൾ കളിച്ചില്ലെങ്കിലും എന്നുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 തരം ഉണ്ടായില്ല. എന്താ പറയുക വെച്ചാൽ, ഒരു ഫുട്ബോൾ കളിച്ച് അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ഇതല്ല നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമ്പോൾ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കില്ല. ദേ വിൽ എന്താ പറയുക, ഒരു റിസർവ്ഡ് ആയിട്ട് ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്. നേരെ മറിച്ച് ഈ ജോലി കിട്ടിയിട്ട് അവിടുന്ന് ലീവ് എടുത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ, അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഒരു മാനസിക ഇതുപോലെ ഇരിക്കും. ഡിപ്പെൻസ്. താങ്കളുടെ ചേഞ്ച് എങ്ങനെയായിരുന്നു ജോലി കിട്ടി കഴിഞ്ഞിട്ട്? ഞാൻ ഒരുപാട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു. 2-3 വർഷം ജോലി കിട്ടാണ്ടായപ്പോൾ ഞാൻ പ്രൊഫഷണൽ കളിക്കാൻ പോയി. ഗോവയിലേക്ക് പോയി, FC വാസ്കോ ഗോവയിൽ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഹീന്ദ്ര യുണൈറ്റഡിൽ പോയി. അന്നത്തെ ടോപ്പ് ടീമായിരുന്നു ഞങ്ങൾ. എല്ലാ ട്രോഫീസും ആ വർഷത്തെ വിൻ ചെയ്തു. 2006 ഏകദേശം I ലീഗ്, ഫെഡറേഷൻ കപ്പ്, ഡ്യൂറൻ കപ്പ് എല്ലാം വിൻ ചെയ്തു. ഒരു 9-10 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സുള്ള ടീമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫോറിനേഴ്സും ഉള്ള നല്ലൊരു ഡെറിക് പെരേരയായിരുന്നു അതിൻ്റെ കോച്ച്. അത് വിൻ ചെയ്ത് വന്നു. അത് അങ്ങനെയാണ് എന്താ പറയുക, ആ സമയത്ത് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ജോലി വീണ്ടും ഗവൺമെൻറ് എനിക്ക് തന്നത്. അപ്പോൾ ലീവ് എടുത്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള ജോലി സെലക്ട് ചെയ്തു ഞാൻ. അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, ഫുട്ബോളിന് തുടരുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പം എയ്മനും അസറും ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരാൾ പറഞ്ഞ് ഭാവിയിൽ എനിക്കൊരു കോച്ചാവണം, എന്നിട്ട് എനിക്കൊരു ബുക്ക് എഴുതണം, ഒരാൾ പറഞ്ഞ് എനിക്ക് ബുക്ക് എഴുതണം, അങ്ങനെ ഉള്ളൊരു ഇതിലവർ പറഞ്ഞു അവർക്ക് ഇതാണ് ആഗ്രഹം എന്നുള്ള പോലെ. അപ്പോൾ നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് അവർ വെരി യങ്, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു ഗോൾ കീപ്പറായി നമ്മൾ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് താങ്കൾ കണ്ടൊരു സ്വപ്നം എന്തായിരുന്നു? ഫ്യൂച്ചർ നേരെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, അതോ ഗോ വിത്ത് ദി ഫ്ലോ വരണടുത്ത് വെച്ചിട്ടുള്ള? അല്ല, ഒരു പരിധി വരെ ഐ വാസ് ടോട്ടലി എൻഗേജ്ഡ് വിത്ത് ഓൾ ദ ടാക്ടിക്സ് ഓഫ് ഡെറിക് പെരേര. ഹീ വാസ് മൈ ഐഡിയൽ. പിന്നെ കളിക്കുന്ന സമയത്തും ഒരു കോച്ചാവാൻ തോന്നിയിട്ടുള്ള ചിലപ്പോൾ ആളെ കണ്ടിട്ടായിരിക്കാം. പിന്നെ ആളുടെ ഫിലോസഫി, ആളുടെ വേ ഓഫ് പ്രാക്ടീസ് സെഷൻസൊക്കെ ഒരുപാട് നമ്മൾ എന്താ പറയുക മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ എനിക്ക് കോച്ചാവണം എന്നല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി എന്താണ് കോച്ചിങ്, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അന്നോട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് തീരില്ലത്, അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ ഈ അസറ ഐമൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ അവരുടെ സമയം ഇപ്പോഴാണ്. ദേ ഹാവ് ടു നോ വാട്ട് ദേ ഹാവ് ടു ബി. അപ്പോൾ ഒരുപാട് പഠിക്കാൻ പറ്റും. നമ്മുടെ ടീമിൽ ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ കോച്ചസ് ആവാൻ കപ്പാസിറ്റിയുള്ള കുറേ കളിക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സമയം ഇപ്പോഴാണ്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്ന് കളിക്കുന്ന സമയത്ത് പഠിച്ച് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കോച്ചായിട്ട് അല്ലെങ്കിൽ കളിക്കാത്തവർ കിട്ടുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മോശം ശരി എന്നല്ല പറയണത്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് ചിലപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് പ്ലെയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് സൈഡായാലും അല്ലെങ്കിൽ നമ്മുടെ ടാക്ടിക്സ് തലങ്ങളിലായാലും അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ദാറ്റ്സ് എ ബെറ്റർ ടൈം ടു ബി എ കോച്ച്.
ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഒരു ജേർണി, ഇപ്പോൾ കോച്ചിലേക്ക് വരുന്ന ജേർണിയുടെ മുന്നേ സന്തോഷ് ട്രോഫി കളിക്കുന്ന സമയമുണ്ട്. അന്നെല്ലാം സൂപ്പർ സ്റ്റാർസ് ആണ്. ലൈക്ക് അന്ന് കളിച്ചവർ ഇന്ന് പല സ്ഥലങ്ങളിലായിട്ട്, പല സ്ഥലങ്ങളിൽ കോച്ചുകളാണ്, അസിസ്റ്റന്റ് കോച്ചുമാരാണ്, പല ഇതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ തമ്മിൽ ഞാൻ കേട്ടിട്ടുണ്ട് അന്നുള്ളവരെല്ലാം തമ്മിൽ ഒരു വല്ലാത്തൊരു സുഹൃത്ത് ബന്ധം നിങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഞങ്ങൾ രണ്ട് ഏകദേശം ആ 3 വർഷത്തെ കാറ്റഗറിയിൽ ഒരുമിച്ച് കളിച്ചുള്ള ഒരേ പ്രായക്കാരായിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസം മുന്നേ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല എന്താ പറയുക, ഫുട്ബോളിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഫുട്ബോളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം വയ്ക്കുന്ന ആൾക്കാരാണ് അത് അവരെല്ലാവരും. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരാണ് ഫുട്ബോളിൽ? അജയൻ, പിന്നെ കുറേ പേരുണ്ട് അതിൽ. ആരും പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലുള്ള അജയനും സജി ജോയിക്കും ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയമാവും. ഇനി അതിൽ നിന്നാണ് ഈ ഒരു കോച്ച് ആവുക എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. എത്ര വർഷം ശരിക്കും കളിച്ചു? ഒരു 12 വർഷം ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ തന്നെ കോച്ച് ആവാനുള്ള ഡിസിഷൻ എടുത്തു. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളൊരു ഡിസിഷനാണോ, അതോ ഇതിൽ നിന്ന് എനിക്ക് വിട്ടുപോകാൻ ആഗ്രഹമില്ല? കാരണം എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില കളിക്കാർ, ഞാൻ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു കോച്ചാവാൻ പറ്റത്തില്ല, എനിക്കിഷ്ടമല്ല, ഞാൻ കളിച്ച സ്ഥലത്ത് പോയി ബെഞ്ചിലിരിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം ഇത്രയും കോൺഫ്ലിക്ട്സുകളുടെ ഇടയിൽ ഐ വോണ്ട് ടു ബി എ കോച്ച് എവിടെ നിന്നാണ് വരുന്നത്? ഇഫ് യു ലവ് എ ഗെയിം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഒരു ശൈലി, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിൻ്റെ ഒരു എന്താ പറയുക, ഒരു മർമ്മം അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മളേറ്റവും കൂടുതൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കളിക്കുക എന്നുള്ളൊരു ഫിലോസഫി നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു കോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോച്ചിന് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഹി വോണ്ട് ടു നോ ഹൗ ദ ടീം ഹാവ് ടു പ്ലേ, ഹൗ ഹി മാനേജ് ദ പ്ലേയേഴ്സ് ടു അച്ചീവ് ദ തിങ്സ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് മനസ്സിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളികൾ കണ്ട് ഞാനൊരു ബാഴ്സലോണ, അന്ന് യുവാൻ ക്രൈഫ് എൻ്റെ സമയത്ത് തൊട്ട് തന്നെ ബാഴ്സലോണനെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ പെപ്പ് വന്നു, അങ്ങനെ ഒരുപാട് അതിനെ ഫോളോ ചെയ്ത് എനിക്ക് ഐ വാസ് ട്രൈങ് ടു മേക്ക് സംതിങ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. സ്റ്റിൽ ഐ എം ഗോയിങ് ഓൺ. ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് തലങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. സോ ഇപ്പം ഒരു പ്ലെയർ, പലതരത്തിലാണ് പ്ലെയേഴ്സ് ഉള്ളത്. ചിലർ ഭയങ്കര അഗ്രസീവാണ്, ചിലർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നവരാണ്, ചിലരുടെ ടാറ്റിക്സ് ഭയങ്കര പല തരം ഓഫ് ആൾക്കാരുണ്ട്. അപ്പം താങ്കൾ കളിക്കുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് എ പ്ലെയർ, എങ്ങനത്തെ ആളായിരുന്നു? വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആളായിരുന്നോ, അതോ? നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാലോ. അത് എയ്മനും അസറും പറഞ്ഞു, ഞാൻ അഗ്രസീവാണ്, എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ, എനിക്ക് അതാണ് ഇഷ്ടമുള്ളൂ, അങ്ങനത്തെ ഒരു ഇതുണ്ടോ? നമുക്ക് ഓരോ കളികൾ ഓരോ തരത്തിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അഗ്രസീവായിട്ട് കളിക്കേണ്ട ഒപ്പോണൻസ് വരുന്ന സമയത്ത് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ മിക്സ്ചർ, അങ്ങനെ പറയാനായിരിക്കും എനിക്കിഷ്ടം. മനഃപൂർവ്വം ഫൗളുകൾ എത്രത്തോളം ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് വന്നിട്ടുണ്ട്, ഇല്ലാന്നില്ല. അവിടെ ഈ ഫൗളെല്ലാം കളിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണമല്ലോ, ഇവന്മാരെയൊക്കെ പിന്നെയും കാണണമല്ലോ, പറഞ്ഞിട്ടുണ്ടോ എടാ നീ ഇമാതിരി കളിക്കരുത്? അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടായിപ്പോകുന്ന കാര്യങ്ങളല്ലേ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം ഇവനെ കാണുമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഇത് കാണില്ലല്ലോ. ഇറ്റ്സ് ഹാപ്പൻസ്. അപ്പം അത് കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? കാരണം ഇത് കഴിഞ്ഞ് കണ്ടു നിൽക്കുന്നത് നമുക്ക് ഫൗൾ അടിച്ചു, അവൻ്റെ കാലേ ചവിട്ടി, അവനെ ഉന്തിയിട്ടു, ഇതൊക്കെ നമ്മളിവിടെ കാണുന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? അത് അവിടെ കഴിഞ്ഞു, ഗ്രൗണ്ടിൽ കഴിഞ്ഞത് അവിടെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മളെ ഇങ്ങോട്ട് ഫൗൾ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ചവിട്ടുപിടിയും കിട്ടി കഴിയുമ്പോൾ തിരിച്ചു വരില്ലോ, എടാ നീ അത് ഇതുകൊണ്ട്. ഞാനത് പ്ലെയർ ആയിരുന്നപ്പോൾ പറയണ പോലെയല്ലോ കോച്ച് പറയുമ്പോൾ, ബിക്കോസ് ഇറ്റ്സ് എഫക്ട്സ്. ആസ് എ പ്ലെയർ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ മാറി മെച്ചൂർഡായ സമയം. അപ്പൊ ഈ കളിക്കുന്ന സമയത്താണല്ലോ ശരിക്കും കല്യാണം കഴിക്കുന്നതും മക്കളുണ്ടാവുന്നതും. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള പുരുഷോത്തമനെയാണ് നമ്മൾ കാണുന്നത്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ശാന്തമായി റിയാക്ട് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കളിക്കുന്ന സമയത്ത് നമ്മൾ അഗ്രസീവ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്ന പ്ലേയേഴ്സ് ഒത്തിരി. കാരണം ആ ഒരു ഫയർ നിന്നാലാണല്ലോ നമ്മൾ വിജയങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ വീട്ടിലോട്ട് നമ്മൾ വരണമല്ലോ. നിങ്ങൾ ഒരുപാടും ഈ ദേശാടന പക്ഷികളെ പോലെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ആ സമയത്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആൾ മാറുമോ? മക്കളുടെ അടുത്ത് ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ മാറേണ്ട സമയത്ത് മാറിയില്ലേ പറ്റൂ. നമ്മൾ എന്തായാലും ഒരേപോലെ പറ്റില്ലല്ലോ.
try to be a good father, try to be a good husband, and trying to be a good son. ഒരു ചൂടും ആവാത്ത ഇത്രയും ശാന്തമായിട്ടാണോ താങ്കൾ വീട്ടിലെല്ലാം പറയുന്നത്? മക്കളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടെ മോനെ ഇല്ല, സാരമില്ല, അതവർക്കറിയാം, അത് ചെയ്യില്ല. അത്ര പേടിയാണോ, ടെററാണോ? പേടിയല്ല, I know how to manage. That's it. This is my skill. ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ കോച്ചിങ്ങിലോട്ട് വരുന്നത് 2007 അപ്പോൾ ഇതിനും എക്സാം 2008 ഈ കോച്ചിങ് ജേർണി ശരിക്കും എങ്ങനെയായിരുന്നു? ഇത് തുടങ്ങുമ്പോൾ നമുക്കൊരു സംഭ്രമമില്ലേ? നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളാണ് നമുക്കറിയാം, അതോ ടു എക്സൈറ്റഡ് ആണോ നമ്മൾ മാറുമ്പോൾ? നമ്മൾ പഠിക്കാൻ തന്നെ വേണം. അത് പഠിക്കാൻ കുറേ ഉണ്ട്. കോച്ചിങ് ലൈസൻസ് കോഴ്സുകൾ പ്രധാനപ്പെട്ടാണ്. അത് ചെയ്തേ പറ്റൂ. അത് ചെയ്ത് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫിലോസഫി ബിൽഡ് ചെയ്ത് അതിനെ എങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതൊരു വലിയൊരു എന്താ പറയുക, ഡിക്ഷണറി പോലെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമാണത്. എപ്പോഴും റെഫർ ചെയ്ത് ഒരു അപ്ഡേറ്റഡ് ആയിരിക്കണം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. ഈ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ശരിക്കും രണ്ടല്ല, ഒത്തിരി മക്കളുള്ള പോലെയാണ്. ലൈക്ക് നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേരെല്ലാം നമ്മുടെ പോലെ. അപ്പോൾ ഈ ആദ്യത്തെ ബാച്ചുകളിലെ ആളുകളോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരിക അങ്ങനത്തെയൊക്കെ ഉണ്ടോ? അതോ എവറി ഇയർ ഇത് പുതിയ എങ്ങനെയാണ് വരണത്? നമ്മുടെ ആ തുടക്കം ഒരു പ്രത്യേകമല്ലേ? അതെ, അതെപ്പോഴും തുടക്കം എപ്പോഴും അവർ നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട് കൊണ്ടാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അവരോട് എന്താ പറയുക, കടപ്പെട്ട് അല്ലെങ്കിൽ അവരോട് ഉള്ള സ്നേഹം എപ്പോഴും മുകളിൽ തന്നെ നിൽക്കേണ്ടാവുക. കാരണം അവരാണ് നമ്മളെ ഇതിലേക്ക് കോച്ചിങ്ങിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയത്. നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ദേ ആർ ദ പ്ലേയേഴ്സ്. ഒരു കോച്ചും ഒരു കളിക്കാരനെ ഡെവലപ്പ് ചെയ്യില്ല. കളിക്കാരൻ തന്നെ കോച്ചിന് അവനെ അഡ്വൈസ് ചെയ്യാനേ പറ്റുള്ളൂ. കളിക്കാരാണ് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇഫ് ദേ ഡിഡ്ന്റ് പെർഫോം, വി ആർ സീറോ. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, പിന്നെ അവരെ എഫേർട്സിനെ മാനിക്കുക. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് സുഹൃത്തുക്കളുണ്ട് ഫുട്ബോളിലേക്ക് വന്നു കഴിയുമ്പോൾ. ഏത് ഫീൽഡിലാണെങ്കിലും എനിക്ക് സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ നമ്മൾ മോൾഡ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ എന്നെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചവരോട് ടീച്ചേഴ്സ് പറയും ഇന്ന കുട്ടികളെ നമ്മൾ ഓർത്തിരിക്കും, ഇന്ന കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. അവർ ഓരോ നിലകളിലൊക്കെ എത്തും. എന്നെയൊക്കെ ഏറ്റവും കുസൃതിയുടെ കാറ്റഗറിയിലായിരുന്നുകൊണ്ട് അവർ ഒരിക്കലും മറക്കത്തില്ല, ലിസ്റ്റിലുണ്ടാവും. അതുപോലെ താങ്കൾ കോച്ച് ചെയ്ത പ്ലേയേഴ്സില്ലേ, അങ്ങനത്തെ കുറേ ആളുകളുണ്ടാവില്ലേ ഇപ്പം കളിക്കുന്നവർ, നമ്മൾ പേരെടുത്ത് ഓർക്കുന്ന അങ്ങനത്തെ പ്ലേയേഴ്സ്? കുറേ കളിക്കാരുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പറയാൻ ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഇപ്പോൾ ISL നിൽക്കുന്നത് ജിതിൻ എംഎസ് ആയിരിക്കും. ആദ്യത്തെ ഒരു എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർ. ദേ ഹാവ് ടു ടെൽ ദാറ്റ് ഹൂസ് ദെയർ കോച്ചസ്. അല്ലാണ്ട് ഞാൻ പറയുന്നതല്ല ശരിയില്ല. അതുപോലെ കുറേ കളിക്കാരുണ്ട്, ഒരുപാട് കളിക്കാർ. അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അതേപോലെ ചെയ്യണ കളിക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ഐഡിയ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ കളിക്കാറുണ്ട്. അതായിരിക്കും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് തരിക. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേയേഴ്സ് ആൻഡ് നോട്ട് ഫോർ ദ കോച്ച്. പക്ഷേ ഇവരുടെയൊക്കെ പേരുകൾ പിന്നീട് പലപ്പോഴായിട്ട് നമ്മൾ പത്രങ്ങളിൽ കാണുകയും നമ്മൾ തന്നെ കളിക്കാൻ ചെല്ലുമ്പോൾ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടോ, ഞാൻ ഇവൻ്റെ കോച്ചായിരുന്നു, അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ സ്റ്റെപ്പ് അച്ചീവ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വരിക, അല്ലെങ്കിൽ അവർ ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിക്കുക കാണുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ചാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. ദാറ്റ്സ് വൈ സാറ്റിസ്ഫാക്ഷൻ കംസ്. ഒരു ഫാദറിൻ്റെ പോലത്തെ ഒരു ഫീലിംഗ് വരും ആ സമയത്തിലേക്ക്. എൻ്റെ മക്കൾ എത്തിപ്പോയ പോലത്തെ ഒരു സാധനം തന്നെ. പിന്നെ ഇപ്പം വരുമ്പോൾ 2008 തൊട്ട് ഇങ്ങോട്ട് എല്ലാ വർഷവും പല സ്ഥലങ്ങളിലായിട്ട് കോച്ചിങ് ചെയ്തിട്ട് 2021 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു അവിടെ വരെ എത്തുന്നത്? ഞാൻ കോച്ചിങ് തുടങ്ങി ബ്ലാസ്റ്റേഴ്സ് വന്നതിന് മുന്നേ FC കേരള എന്നൊരു ക്ലബിൻ്റെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് കളിച്ചു. നമ്മൾ ബ്ലാസ്റ്റേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ ലീഗ് മാച്ചസിന് കളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. നമ്മുടെ കോച്ചിങ് കരിയർ തുടങ്ങുന്നത് തന്നെ ജോസ്കോ FC എന്നൊരു ക്ലബിലൂടെയാണ്. ആ ക്ലബ്ബ് ഒരു 3 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ ചാമ്പ്യന്മാരായി. അതിലത്തെ കുറേ നല്ല കളിക്കാരുണ്ട്. ഒരുപാട് കളിക്കാർ എൻ്റെ മേലേക്ക് കയറി വന്നിട്ടുണ്ട്, ജോലി കിട്ടി പോയിട്ടുണ്ട്. പിന്നെ കുറേ നല്ല കളിക്കാർ ഡെവലപ്പ് അവരുടെ നിർവാഹം കൊണ്ട് ഈ ഒരു തലങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്ത് നിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സക്സസ് കൂടി കയറി വന്ന് ഇങ്ങനെ ഈ സ്റ്റേജിലേക്ക് എത്തി നിൽക്കണു. ഇപ്പം കളിക്കുന്ന സമയത്ത് നമ്മൾ പല രാജ്യങ്ങൾ പോവുക, ആ സമയത്ത് അങ്ങനെ വേറെ കൺട്രീസ് വിസിറ്റ് അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതോ ഇവിടെ തന്നെ? അല്ല, ഞാൻ AFC ഞങ്ങൾ ലെബനനിൽ പോയിട്ടുണ്ട് AFC കളിക്കാനായിട്ട്, മഹേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ബഹ്റൈനിൽ പോയിട്ടുണ്ടായിരുന്നു. ദുബായിൽ ഒബ്വിയസ് 2-3 ഫ്രണ്ട്ലി മാച്ചസിന് പോയിട്ടുണ്ടായിരുന്നു.
ബംഗ്ലാദേശിൽ ഒരു ടൂർ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പല കാലാവസ്ഥയാണല്ലോ. ഇപ്പം ഞാൻ നമ്മൾ ചില കളികളൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്ലേസ് പുറത്ത് പോയി കളിക്കുന്ന സമയത്ത് മഞ്ഞുള്ള ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് അവസാനം കളിക്കാൻ ഇറങ്ങുന്ന പരിപാടിയൊക്കെ. അപ്പം ഈ ചെല്ലുന്ന സമയത്ത് അത് അങ്ങനത്തെ സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ പൊന്നോ വേണ്ടായിരുന്നു തോന്നിയ സ്ഥലങ്ങളുണ്ടോ ഈ കളി കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് പ്രൊഫഷണൽ പ്ലേയേഴ്സ് എപ്പോഴും ഏത് ഒപ്പോണന്റ് ടീമായാലും കാലാവസ്ഥയായാലും ഗ്രൗണ്ടായാലും എന്ത് കാര്യത്തിൽ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ ആസ് എ പ്രൊഫഷണൽ പ്ലെയർ. അതല്ലാണ്ട് പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറയല്ലോ. ഇറ്റ്സ് അവർ പ്രൊഫഷൻ. സോ യു ഹാവ് ടു മാനേജ് ഇറ്റ് ഇൻ എ നൈസ് വേ. ഈ പോകുന്ന സമയത്ത് കാലാവസ്ഥ പോലെ തന്നെ ഫുഡ് ഇതെല്ലാം ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? നമ്മൾ ഈ രാജ്യം വിട്ടാൽ നമ്മൾ വിചാരിക്കുന്ന ഫുഡ് നമ്മുടെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ആ സമയത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ ഫുഡ് മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഉറക്കം മാറും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇല്ലേ? ഇത് നമ്മുടെ ഫിറ്റ്നസിനെയൊക്കെ അഫക്റ്റ് ചെയ്യില്ല അന്ന് നിങ്ങൾ കളിക്കാനും ഒക്കെ പോകുന്ന? എന്നും പോയാലും അങ്ങനെ തന്നെയാണ്. ഫുഡ് ഒരു പരിധി വരെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയില്ല. പക്ഷേ നമുക്ക് കിട്ടാറുണ്ട് നല്ല എന്താ പറയുക, നമുക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഒരു വശത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്ലെയറിൽ നിന്ന് നമ്മൾ കോച്ചിലേക്ക് എത്തുന്നു, ഈ ഒരു വശത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ നാട്ടിലെ ജീവിതവും ഇതെല്ലാം വേറൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഡ്രീം പോലെയാണ് പലപ്പോഴും അച്ചീവ് ചെയ്ത ആൾക്കാർ പറയുന്ന ആ ഒരു യാത്രയെക്കുറിച്ച് നോക്കുമ്പോൾ. ഈ വശത്ത് ഇത്രയും നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് നമ്മൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് അതുവരെ നമ്മൾ ചിന്തിച്ച ഒരാളല്ല നമ്മൾ. പിന്നെ അല്ല, അതിലർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫേമസ് ആവുന്നത് അത് വേറൊരു അതല്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ കാണുന്ന ഒരു ഫുട്ബോളുണ്ട്, ഒരു ടീം കളിക്കേണ്ട രീതിയിൽ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ ഇറ്റ് ഹാപ്പൻസ്. അതല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫോക്കസ് ഓൺലി ടു മൈ ഫിലോസഫി, മൈ കോച്ചിങ് സ്റ്റൈൽ, മൈ ടീം. ദാറ്റ്സ് ഇറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? ലൈക്ക് എന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന പോലെ അല്ല. അത് ഇന്ത്യയിൽ ഏത് ക്ലബ്ബിൽ പോകുന്നതിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് ഒന്നുമില്ല, ഞാനവിടെ ഗ്രൗണ്ടിൽ വരാറുണ്ട്, ഞാനവിടെ MC ചെയ്യാറുണ്ട്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് എന്നല്ലാതെ എനിക്ക് ടീമുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ കാണാറുണ്ടല്ലേ, അവിടെയാണല്ലേ? അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇസ് ലൈക്ക് എ ബ്രാൻഡ്. അപ്പോൾ അതുപോലെ വരുമ്പോൾ നമ്മൾ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫെയിം ഭയങ്കര വ്യത്യാസമല്ലേ? അപ്പം ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഒരു സ്ട്രെസ് ഫാക്ടർ കൂടുമോ? അത് അതിജീവിച്ചല്ലേ പറ്റൂ. ബിക്കോസ് വി ആർ സറൗണ്ടഡ് ബൈ എൻറ്റയർനിറ്റി ഓഫ് ദ ക്ലബ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈ ഇതുള്ളൊരു ക്ലബിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് അതിജീവിച്ചേ പറ്റൂ. അത് സ്ട്രെസ്സാണോ, അത് മോട്ടിവേറ്റഡ് ആണോ, എല്ലാം ഒരു മിക്സറാണ്. ആ മിക്സറിൽ അപ്പ് ആൻഡ് ഡൗൺസിലൊക്കെ നമ്മളതിനെ സർവൈവ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്രൊഫഷൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചോദിച്ചാലോ? ഞാൻ ബിഫോർ കമ്മിങ് ഹിയർ, അതിന് ശേഷമുള്ള ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം നമുക്ക് അറിയണ്ടാവില്ല. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ബിക്കോസ് ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ തന്നെയായിരുന്നു, സംശയമില്ല. അപ്പോൾ എല്ലാ കോച്ചുമാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ടീമിൻ്റെ ഭാഗമാണ് കോച്ച് ചെയ്യുന്നത്. അത് സാധിച്ച ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഐ വോണ്ട് ടു അച്ചീവ് മോർ വിത്ത് ദ ക്ലബ്. ഇപ്പം റിസർവ് ടീമിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ റിസർവ് ടീമിൽ വരുമ്പം ഈ പ്ലെയേഴ്സ് ഫയർ ഉള്ളവരാണ് പ്ലെയേഴ്സ് ആവാനായിട്ട് വരിക. അതല്ലാത്ത അങ്ങോട്ട് എത്താൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനത്തെ കളിക്കാരാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യണം. ആ ഫയർ നമുക്ക് ഉണ്ടായി മറ്റേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു കളിക്കാരെ മാത്രമേ ഇപ്പോൾ നമ്മൾ നോക്കുന്നുള്ളൂ. ദാറ്റ്സ് ഓൺലി ഗിവ് ദ റിസൾട്ട്സ്. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഫയറില്ലാത്ത കളിക്കാരെയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എളുപ്പമല്ല. അപ്പം നമ്മളിവിടെ വീട്, പിള്ളേർ, വൈഫ്, ഇതെല്ലാം ഒരു വശത്ത്. മറുവശത്ത് നമ്മുടെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫഷൻ. അപ്പം ചില പ്രൊഫഷൻസിന് ഇത്രയും സ്ട്രെസ് ഇല്ല. അതില്ലാത്ത സ്ട്രെസ്സുള്ളൊരു പ്രൊഫഷനാണ് ശരിക്കും പറഞ്ഞൊരു കോച്ച് എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു ഡിസിഷൻസ് എടുക്കേണ്ട സമയങ്ങളുണ്ട്, സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ഡിസിഷൻസ് എടുക്കണം, ഇതെല്ലാം ഉണ്ട്. ശരിക്കും ഈ ഫാമിലി ലൈഫ് ഇതെങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ലൈക്ക് വീട് എങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ തിരിച്ച് വീടിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സമയത്ത്? അല്ലേ, ഏതൊരു സിറ്റുവേഷനിലും അവർ തന്നെയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. എൻ്റെ ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്, എസ്പെഷ്യലി മൈ വൈഫ്. സോ അത് എന്തൊക്കെ
എൻഡ് ഓഫ് ദ ഡേ ഐ ബിലോങ്സ് ടു ദം അല്ലേ. അപ്പോൾ ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അവർ ഫുൾ സപ്പോർട്ടീവാണ്. എന്തിനും എൻ്റെ ഒപ്പം നിൽക്കും. അല്ലെങ്കിൽ ഏത് മിസ്സിങ്ങാ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാവും. ദേ ആർ മൈ ബാക്ക് ബോൺ. അത്രേ ഉള്ളൂ. വൈഫ് എന്താ ചെയ്യുന്നത്? ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഷീസ് ലീഡിങ് ദിറ്റ്. രണ്ടുപേരും ആളുകളെ മാനേജ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഒത്തിരി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ ടീമിൻ്റെ കൂടെ നിൽക്കുന്നു, സഞ്ചരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം കുറ്റം പറയാനാണോ ഒരാൾ മറ്റേ ആളെ കുറിച്ച് വിളിക്കാറതോ? കളി തോൽക്കുമ്പോൾ നല്ല സുഖമാണ്. അവന്മാർ വിളിച്ചിട്ട് ഫാൻസ് പറയണ പോലെ തന്നെ അവരും ചീത്ത പറയും. ബിക്കോസ് അവർ ഏറ്റവും വലിയ ഫാൻസ് അല്ലേ. അപ്പോൾ അവർക്ക് കിട്ടാത്ത കാര്യങ്ങളാകുമ്പോൾ കുറേ ചീത്ത പറയും. കേട്ടിട്ട് ഓക്കെ ശരി ശരിയാക്കാം. വ്യത്യാസമൊന്നുമില്ല. അല്ലല്ല, ഒരു വ്യത്യാസമില്ല. അവർ ഭയങ്കര ഫുട്ബോൾ ഫാൻസ്, ഒരുപാട് കളികൾ കണ്ട് എല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, എല്ലാം കേട്ടിരിക്കുക. ശരി. അപ്പോൾ വൈഫ് എങ്ങനെയാണ്? ഫുട്ബോൾ ഇഷ്ടമാണോ? പിന്നെ എല്ലാ കളിയും കാണാൻ വരും. ഷീ ലൈക്സ് ഇറ്റ്. പക്ഷേ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കളികൾ വരുമ്പോൾ ചിലപ്പോൾ പുറത്തൊക്കെ പോകും, ക്രൂഷ്യൽ മാച്ചൊക്കെ വരുമ്പോൾ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും കളിക്കുന്നുണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് കളിക്കുന്നില്ലായിരുന്നോ? അപ്പോൾ ഈ സമയത്ത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ പരിചയപ്പെട്ട ചില ഫുട്ബോൾ ഭാര്യമാർ പറഞ്ഞതാണ് ഭയങ്കര രസമായിട്ട് തോന്നി അതിന് മുന്നേ പ്ലെയർ ആണ് എന്നൊക്കെ. പക്ഷേ കളി കഴിഞ്ഞിട്ട് ഓരോ തവണ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും അയ്യോ ഇറങ്ങല്ലേ, കൈയൊടിയുമോ കാലൊടിയോ പരിക്കോ വരുമോ, ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷേ അതുപോലെ കളി കഴിഞ്ഞ് വരുമ്പോൾ തോറ്റിട്ട് വരികയാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ജയിച്ചിട്ട് വരുമ്പോൾ പിന്നെ ഒബ്വിയസ് ഹാപ്പിയാണ്. തോറ്റിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് എക്സ്പ്രസീവാണ്. അല്ല, നമ്മൾ വീട്ടിൽ എക്സ്പ്രസ് ചെയ്യത്തില്ലേ ഫ്രസ്ട്രേഷൻ്റെ? കാണിച്ചില്ലെങ്കിലും അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ട്. എൻ്റെ വിഷമമാണ് അവർക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ട് കളി തോറ്റുകൊണ്ട് അവർക്കൊന്നും തോന്നില്ല. അത് എൻ്റെ വിഷമം കാണാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് തന്നെയാണ്. എനിക്ക് അറിയുന്നൊരു പ്ലെയർ ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി കളി കഴിഞ്ഞ് വന്നിട്ട് കളി തോറ്റു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, പിന്നെ ഒരു ബ്രേക്ക് ആണല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് അങ്ങനെ ഉള്ളവർ. വേറൊരാളുണ്ട്, അയാളോട് സംസാരിക്കുമ്പോൾ പറയും തോറ്റു എന്തോ അടുത്ത നോക്കും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട്. താങ്കൾ എങ്ങനെയായിരുന്നു? അത് ഓരോ കളികളെ സംബന്ധിച്ചിരിക്കും. നമുക്കിപ്പോൾ അടുത്ത കളി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കളിയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പമില്ല എന്ന് പറയും. ചിലപ്പോൾ ഒന്നും ഡെഡ് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് മാച്ചസ്. ഈ ഫൈനൽസ് പോലത്തെ വരുമ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചു, ഫൈനൽസ് സന്തോഷ് ട്രോഫി കിട്ടിയത് ഞാൻ ചോദിച്ചു, ഭയങ്കര ഫീലിംഗ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വരത്തില്ല. അതായത് കൈ എത്തുന്ന ദൂരത്തിരുന്നിട്ട് കിട്ടാണ്ട് വീട്ടിൽ വന്ന സമയത്ത് പിന്നെ മണിപ്പൂർ സന്തോഷ് ട്രോഫിയിൽ അത് പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സന്തോഷ് ട്രോഫിയാണ് അത്. അവിടെ നമ്മൾ ഗോൾഡൻ ഗോളിലാണ് തോൽക്കുന്നത്. അപ്പോൾ ഒരു നല്ല വിഷമം ഉണ്ടായിരുന്നു. തിരിച്ച് എത്താനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ സമയത്തൊക്കെ. വീട്ടിലെത്തി. പക്ഷെ അന്ന് സിംഗിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഷി വാസ് വിത്ത് മീ. നമ്മൾ കോളേജ് പക്ഷെ അന്ന് ഈ ഫോൺ വിളിച്ച് നമ്മൾ ലാൻഡ് ഫോണിൽ നിന്ന് വേണ്ടേ വിളിച്ച് സങ്കടം പറയാനും വിഷമം പറയാനായിട്ടൊക്കെ ഭയങ്കര പാടായിരുന്നോ? അതൊന്നും നമ്മുടെ ഒരു അതിനിടയിൽ ഒരു തടസ്സമായിട്ട് നിന്നിട്ടില്ല. അപ്പം ഇപ്പം എങ്ങനെയാണ്? ഇപ്പം കുറേ കൂടെ ജേർണി, ഇപ്പം 3 പേരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സമയങ്ങൾ എങ്ങനെയാണ്? ആസ് എ ഒരു കോച്ചായി കഴിയുമ്പോൾ യു മോർ മെച്യൂർഡ് അല്ലേ? നമ്മൾ വരുമ്പോൾ നമ്മൾ കാലം കഴിയുന്നവരും നേരത്തെ ചെയ്തിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ചെയ്ത ചില സാധനങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ എന്നാലോചിക്കുന്ന സാധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫൗളുകൾ അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു കുട്ടിയെടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ പറയും കോച്ച് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ഇപ്പോഴത്തെ കളിക്കാരത് പ്രത്യേകിച്ച് പറഞ്ഞു നോക്കേണ്ടതാണ്. നാളെ നീ കോച്ച് ആകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യേണ്ടി വരും എന്ന് പറയും. റെഡ് കാർഡൊക്കെ മേടിച്ചിട്ടുണ്ടോ? സത്യം പറയൂ കോച്ച്, സത്യം മാത്രമേ പറയൂ. മേടിച്ചിട്ടുണ്ടോ? 2-3 കിട്ടിയിട്ടുണ്ട്. ഈ റെഡ് കാർഡ് നമ്മൾ പുറത്തുനിന്നാണല്ലോ നമ്മുടെ റെഡ് കാർഡ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് അവൻ ഇനി കളിക്കാതെ നമ്മുടെ എന്നാ. പക്ഷെ കിട്ടുന്നവൻ്റെ അവസ്ഥ എന്താണ്? കിട്ടുന്ന തലതാത്തി റൂമിലേക്ക് പോവാ, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. അതിൽ ചെന്ന് കഴിയുമ്പോൾ ടീമിന് ഭാരമായി എന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ. അതെ, തീർച്ചയായിട്ടും. പിന്നെ 10 പേര് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കളിയിൽ 10 പേര് അല്ലെങ്കിൽ 9 പേരായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് പ്രത്യേകം തന്നെയാണ്. അവരോട് ചോദിച്ചാൽ അറിയാം ആ ഫീല്. ചെന്ന് കഴിഞ്ഞിട്ട് മുറിയിലിരിക്കുമല്ലോ. പക്ഷേ പിന്നെ നമ്മൾ പുറത്തുനിന്നല്ലേ കാണുന്നുള്ളൂ, ഡ്രസ്സിംഗ് റൂം നമുക്ക് അറിയത്തില്ലല്ലോ. കയറി പിന്നെ കളിക്കാർ വരുമ്പോൾ എന്താ പറയണേടാ നിൻ്റെ ഒരു ഒറ്റ ഒരുത്തം കാരണം കഷ്ടപ്പെട്ടു എന്നാണ്. അത് മിക്സഡാണ്. ചില കളിക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യും, കുഴപ്പമില്ലടാ എന്ന് പറയും. ചിലർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, സ്വാഭാവികം.
അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ? നമ്മുടെ ആ എക്സാക്ട് മൊമെന്റ് ചീത്ത കേൾക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ? ഒന്നും മിണ്ടരുത്, കേട്ടിരിക്കുക. ശരിയാണ്, തെറ്റ് പറ്റി. നമ്മുടെ കൈ പക്ഷെ ചിലപ്പോൾ ടീമിനെ സേവ് ചെയ്യാനായിരിക്കുമല്ലോ അതെ, നമ്മുടെ റെഡ് കാർഡ്. അതുകൊണ്ടാവും ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് നമുക്ക് പറയുമ്പോൾ ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് കളിക്കുന്ന സമയത്ത് പല ഫൗൾ ഒരേ കളിയിൽ തന്നെ. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും ഫൗൾ അടിച്ച് കളയാണ് ചുമ്മാ? ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ? എന്നിട്ട് പിന്നെ ഞാൻ അടിക്കാതിരുന്നിട്ട് വേണം അത് ഗോളാവാൻ. അപ്പം പിന്നെ അത് ഗോളായില്ലേ എന്ന് ചോദിക്കണേ. ഇപ്പം നമ്മൾ തിരിഞ്ഞ് ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ അന്ന് ഇത്തരം ഒരുപാട് കളികൾ, ഈ ഫൗളും റെഡ് കാർഡ് കൂടാത്ത പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോളിൽ പോയതിനു ശേഷം അധികം ഉണ്ടായിട്ടില്ല. അധികം അടികൂടലും അങ്ങനത്തെ ദിവസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ലോക്കൽ സൈഡ് കളിക്കുമ്പോഴാണ് അങ്ങനത്തെ കൂടുതൽ അടികൂടൽ ബാധകമായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു റെഡ് കാർഡ് ഏതായിരിക്കും? ചിലതുണ്ടല്ലോ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. റെഡ് കാർഡല്ല, ഒരു 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 ഐ ലീഗിൽ വിവാ കേരളയും സാൽ ബ്രോക്കറായിട്ട് കളിക്കുമ്പോൾ റെഡ് കാർഡ് പരിക്ക് പറ്റിപ്പോയി തന്നെ. മുട്ടുമാ ചെറിയൊരു ചവിട്ടിട്ട് കയറി പോണ്ടി വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാലിട്ടാണ്, ബട്ട് എനിക്ക് പരിക്ക് പറ്റി. ചോദിച്ചു മേടിച്ചു. അത് അപ്പം കുറേ നാൾ റിക്കവറി പരിപാടിയൊക്കെ ആയിട്ട് നടക്കേണ്ടത്. കുറച്ചാൾ പുറത്തേണ്ടി വന്നു. ഈ സമയത്തെ നമ്മൾ പരിക്ക് പറ്റിയിരിക്കുമല്ലോ, മറ്റവരെല്ലാം കളിക്കുവാണല്ലോ, പാവന്മാർ കളിക്കുന്നു, കളി നന്നായിട്ട് പോകുന്നു. ആ സമയത്ത് റിക്കവറിക്ക് നമുക്ക് ഏറ്റവും വേണ്ടത് ആശ്വാസവും പോസിറ്റിവിറ്റി ആണല്ലോ. അത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഫിസിയോമാർ, നമ്മുടെ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക കൃത്യമായിട്ട്. ദാറ്റ്സ് ഇറ്റ്. അല്ല, മനസ്സിൻ്റെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യും? ലൈക്ക് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, പക്ഷെ നമ്മുടെ അപ്പുറമുള്ളവന്മാരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം ക്രൂഷ്യൽ സമയത്തേക്കല്ലേ. ഒന്നും പറയാനില്ല, നമ്മുടെ സമയം വരുന്നു, വെയിറ്റ് ചെയ്തിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കീപ് സെയിങ് നമ്മുടെ അടുത്ത് തന്നെ ഇത് വരും എന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ ചോദിച്ചു, ഇപ്പം ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ലൈഫിനൊരു വ്യത്യാസം വന്നു. ലൈക്ക് നാട്ടിലെ ഒരു സ്വീകാര്യതയ്ക്കും അങ്ങനത്തേനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? ആൾക്കാർ കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ദേ റെസ്പെക്ട് എ ലോട്ട്. അതുമാത്രമല്ല, എവിടെ പോയാലും ഒരു ലേബിള് അവർ ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഡിമാൻഡിങ് തിങ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ തുടങ്ങുന്ന ഒരു കോച്ചിങ് കരിയർ തൊട്ട് ഇവിടെ വരെയുള്ളൊരു സമയം എടുത്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലർ പറയും എൻ്റെ മാജിക്കലായിരുന്നു എൻ്റെ വളർച്ച എന്നും, അല്ലെങ്കിൽ എൻ്റെ യാത്ര മാജിക്കലായിരുന്നു എന്നൊക്കെ. പക്ഷേ ഞാൻ അങ്ങോട്ട് പുരുഷോത്തമൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കിയാൽ ക്യാൻ യു സേ ഇറ്റ് വാസ് ഈസി, ഇറ്റ് വാസ് മാജിക്കൽ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ള കരിയർ തന്നെയാണ്. കോച്ചായിട്ടും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളിൽ, ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആഫ്റ്റർ ഓൾ എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ നല്ല കളിക്കാർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കുറേ കളിക്കാർക്ക് കുറേ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കിട്ടുമ്പോഴൊരു മനസ്സമാധാനമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അണ്ടർ 19 ഫസ്റ്റ് എനിക്ക് കേരള ടീമിൻ്റെ കോച്ചിങ് തന്നപ്പോൾ അന്നാണ് ആഷിഖ് ആ ബാച്ചൊക്കെ കയറി വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ ഞങ്ങളന്ന് ഒരു 30 വർഷത്തിന് ശേഷമാണ് നമ്മൾ കേരളം ഫൈനലിലെത്തുന്നത് ടയർ 1. ഇപ്പോഴും ആ ടയർ 1 ആണ് മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു മനസ്സുഖമുണ്ട്. ഞങ്ങൾ കുറേ ഒരു ടീമിനെ, അതുപോലെ ജോസ് ഓഫീസിനെ 2 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് ചാമ്പ്യന്മാരാക്കാൻ പറ്റിയാലും അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു സുഖം ആ കോച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് അവിടെ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം. ദാറ്റ്സ് ഇറ്റ്. ഏറ്റവും ഓർത്തു വെക്കുന്ന, ഇപ്പം സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ടുണ്ട്, ഒരേ വർഷം തന്നെ ഡ്യൂറൻ കപ്പും അങ്ങനെ. അത് മഹീന്ദ്ര യുണൈറ്റഡിലുള്ളായിരുന്നു. ഞാനന്ന് സന്ദീപ് നന്ദി, സുഭാഷ് റോയ് ചൗധരി, ഞാൻ അങ്ങനെ 3 കീപ്പേഴ്സായിരുന്നു. ഒരുപാട് മഹേഷ് ഗൗരി, ദീപക് മണ്ഡൽ, നമ്മുടെ വെങ്കിടേഷ്, അങ്ങനെ കുറേ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ഉള്ള ടീമായിരുന്നു അത്. ഞങ്ങൾ ആ കൊല്ലം എല്ലാ ടൂർണമെൻറ്റിലും പോയ ടൂർണമെൻറ്റൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ആ കൊല്ലം തന്നെയാണ് AFC കളിക്കാൻ പോയത്. അത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ഒരു ഏറ്റവും ഭാഗ്യമുള്ളൊരു വർഷമായിരുന്നു 2005-2006 കാലഘട്ടം. അവരോടൊപ്പം കളിക്കാൻ പറ്റിയതും എൻ്റെ കോച്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ കോച്ചിങ് ആവണം എന്നുള്ളൊരു ഇതൊക്കെ വന്നിട്ടുള്ളത് അവിടെ നിന്നാണ്. ആസ് എ പ്ലെയർ അന്നത്തെ സന്തോഷ് ട്രോഫി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻ ചെയ്തു. അന്ന് മിസ് ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, മണിപ്പൂർ സന്തോഷ് ട്രോഫി, അത് ഒരു വിൻ, ഒരു ഫൈനൽ മാത്രമല്ലേ. അതല്ലാതെ നമ്മൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഇസ് ദർ എ പേഴ്സണൽ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം മിസ് ചെയ്തു എന്ന് തോന്നണേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു നഷ്ടമുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല.
എവറിത്തിങ് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് വന്നൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആക്കുക, ദാറ്റ്സ് ഇറ്റ്. അത് ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ ഉറക്കത്തിന് കുറവൊന്നും വരത്തില്ലേ ഒരു കോച്ചായി കഴിയുമ്പോൾ? നാളത്തെ കളി എന്ത്, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും? സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഓവർകം ചെയ്തല്ലേ പറ്റൂ. വി ഹാവ് ടു ഡു ദാറ്റ്. ഓവർകം ചെയ്തേ പറ്റൂ, പക്ഷെ നമുക്ക് അങ്ങനെ ഉറക്കം ഇല്ലാതെ വരുന്ന സമയമൊക്കെ വരത്തില്ലേ? കണ്ണ് തുറന്ന് എങ്ങനെയാലും ഉറങ്ങിയാൽ മതി. 100% ഉണ്ടാവും, 100%. ഒരേ കളികൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ആലോചന ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. പിന്നെ അതുപോലെ ഈ കളിയുടെ ഇടയിൽ ഇപ്പം മക്കൾ രണ്ടുപേരുണ്ടല്ലോ, അവരുണ്ടായ സമയത്തൊക്കെ കൂടെ ഉണ്ടാവാനും പിള്ളേരുടെ കൂടെ നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ? കുറച്ചെല്ലാം പറ്റിയിട്ടുണ്ട്, ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ FC കേരള കോച്ച് ചെയ്യുന്നപ്പോൾ ഫുള്ള് തൃശ്ശൂർ തന്നെ ആയിരുന്നു. വി വർ വിത്ത് ദം ഓൺലി. അപ്പം മക്കൾ ജനിക്കുന്ന സമയത്തെല്ലാം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് രാത്രികളിലെ ഉറക്കം പിള്ളേരെ എടുത്തുകൊണ്ട് നടപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. വളരെ കുറച്ച് പ്ലേയേഴ്സിനെ അത് പറ്റിയിട്ടുള്ളൂ. മക്കളുണ്ടാകുന്ന സമയത്തൊക്കെ ചിലരൊക്കെ ആ സമയത്തൊക്കെ കളിക്കോ അങ്ങനെയൊക്കെ ആയിട്ടില്ല, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ ആളും ഉള്ളപ്പോഴാണ് കുറച്ചും കൂടി അങ്ങനത്തെ ഒരു മിസ്സിങ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ആളുകൾ പൂർണ്ണമായിട്ട് അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കുറച്ച് മിസ്സിങ് വന്നിട്ടുണ്ട്. ഇനി 2001 കളിക്കാൻ വന്ന ആളും ഇപ്പോൾ 2025 നിൽക്കുന്ന താങ്കളും തമ്മിൽ ഒരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും? സംതിങ് ഐ ഹാവ് അച്ചീവ്ഡ്, ഐ തിങ്ക് സോ, ആൻഡ് മോർ. എന്താ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളൊരു കാര്യം മാത്രമേ മനസ്സിലുള്ളൂ. ഇപ്പോൾ കുറേ മുന്നോട്ട് പോകാനുണ്ട്, കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, കുറേ വർക്ക് ചെയ്യാനുണ്ട്. അത് മാത്രമേ ചിന്തയുള്ളൂ. മാറാത്തൊരു കാര്യം എന്താ? അന്നും ഇന്നും ഒരുപോലെ എന്ന് പറയുന്നൊരു കാര്യം എന്താണ്? ഫുട്ബോളിനോടുള്ള അപ്രോച്ച് തന്നെ ആയിരിക്കും എനിക്ക് നേടാൻ. ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും എപ്പോഴും അന്നും ഇന്നും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനിപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള താങ്കളുടെ ആഗ്രഹമാണ്. അതായത് ഇനിയും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ചിലരൊക്കെ ചില പൊസിഷൻസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഐ അച്ചീവ്ഡ് എന്ന് പറയുന്ന ആളല്ലാതെ ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ശരിക്കും അങ്ങനെ ഭയങ്കര ഹമ്പിളാണോ എല്ലാ കാര്യത്തിലും? ഹമ്പിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അത് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ദാറ്റ്സ് ഇറ്റ്. ഒരിക്കലും ദേഷ്യം വരത്തില്ലേ? ദേഷ്യം വരും, നന്നായിട്ട് ദേഷ്യം വരാറുണ്ട്. പക്ഷേ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തിരിച്ചിട്ടില്ല എന്നുള്ളൊരു ഭാവമുള്ളതുകൊണ്ട് പതുക്കെ അതിനെ കൺട്രോൾ ചെയ്യും. ഏറ്റവും ദേഷ്യപ്പെടുന്ന ആരോടാ? വൈഫിനോട് തന്നെ ആയിരിക്കും, സംശയമില്ല. പാവം. അപ്പോൾ തിരിച്ച് വൈഫ് എന്ത് പറയാ, പറഞ്ഞു തരട്ടെ എന്ന് ഓർക്കോ? അതോ അങ്ങോട്ട് 10 പറയുമ്പോൾ ഇങ്ങോട്ട് 20? ഒരു സൈക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ MSc ആണ്, സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഷീ നോസ് ഹൗ ടു ഡീൽ മീ. കണ്ടുപിടിച്ചത് നോക്കിയും കണ്ടുമാണ്. ഭാവിയിൽ എനിക്ക് ആവശ്യം വരും. തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഗോയിങ് ത്രൂ. ദാറ്റ്സ് ഇറ്റ്. മക്കള് പറയുന്നത് എന്താണ് അപ്പനെ കുറിച്ച്? ഭയങ്കര പാവം മനുഷ്യനാണ്, എന്തോ ഓക്കെ എന്നാണോ, അതോ അയ്യോ ഓരോന്ന് ഒപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നാണോ, ഏതാ പറയുക? മിക്സറാണ് എൻ്റെ എല്ലാത്തിനും. കാരണം കളി തോൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കളി തോൽക്കുമ്പോൾ ദേവ് തെറ്റല്ല, ഇങ്ങനെയല്ലേ പപ്പ, ഇങ്ങനെയല്ലേ പപ്പ, അതല്ലേ പപ്പ, ഇതല്ലേ പപ്പ എന്നൊക്കെ പറയും. കളി ജയിക്കുമ്പോൾ ദേവ് പ്രൗഡ്, ഒന്നും മിണ്ടില്ല, ആസ്വദിച്ചു പോകും ഫ്രണ്ട്സായിട്ടൊക്കെ ആയിട്ട്. കുസൃതി ഒന്നും കാണിക്കത്തില്ലേ പിള്ളേര്? നിങ്ങൾ പണ്ട് ഗ്രൗണ്ടിൽ കാണിച്ചത് വെച്ചാണെങ്കിൽ നല്ല കുസൃതി പിള്ളേരായിരിക്കുമല്ലോ. ഞാൻ കാണിച്ചിട്ടുള്ള അത്ര അവർക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഏഴയിലേക്ക് എത്താൻ പറ്റില്ല. ഞാൻ ഈ കാണുന്ന മുഖമല്ല ശരിക്കുള്ള എൻ്റെ മുഖം. എൻ്റെ കൂടെ കളിച്ചവരോട് ചോദിച്ചാൽ എന്നെ കുറിച്ച് അറിയാമെന്നല്ലേ? ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വിജയൻ സാറിനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര കൂട്ടാണെന്നല്ല നമുക്കറിയാം. പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ കഥകളൊക്കെ വരുമോ? ഇതുവരെ കേൾക്കാത്ത വിചാരണവും ഒക്കെ നല്ല നല്ല അങ്ങനെ ഒരു ഗ്രൂപ്പാണ്, അറിയണ ആൾക്കാരാണ്. അവരെ വിളിക്കുമ്പോൾ വേണം ചോദിക്കാനായിട്ട് നമ്മൾ ഒപ്പിച്ച കഥകളുടെ പ്രത്യേകതകളൊക്കെ. പക്ഷേ ഞാൻ കേട്ടിടത്തോളം താങ്കൾ വളരെ അഗ്രസീവായിട്ട് ഗ്രൗണ്ടിൽ കളിച്ച ഒരാളാണ്. ഈ പറഞ്ഞ ഒരു മയമായിരുന്നില്ല അന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് യു ആർ റിയലി ഗുഡ്. അപ്പം കോച്ചിങ് ആയിരുന്നു അന്ന് നമ്മൾ സ്വപ്നം കണ്ടത്. ഇനിയൊരു ലക്ഷ്യമുണ്ടോ അറ്റത്തോട്ട്? തീർച്ചയായിട്ടും ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ഇങ്ങനെ അച്ചീവ് ചെയ്യാനുള്ള പറയാൻ പറ്റുന്ന ലക്ഷ്യമാണോ അതോ ട്രോഫീസാണ് ലക്ഷ്യം? നമ്മളെല്ലാവരും അതേ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ദി യെല്ലോ വേവ് പോഡ്കാസ്റ്റിൽ ഇത്രയും സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്, ഈ ഒരു യാത്ര ഞങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ദി യെല്ലോ വേവ് പോഡ്കാസ്റ്റിൽ ഇങ്ങനെ പുതിയ അതിഥികൾ ഓരോ തവണയും വന്നുകൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പം അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ഒരുപാട് ഫണ്ണി ഇൻറ്ററാക്ഷൻസുമായിട്ട് നമ്മൾ തിരിച്ചെത്തും.